നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതിക, അതാ സ്വീറ്റ്സ്. വേണ്ട. എന്നെങ്കിലും രാജു എന്റെ സ്നേഹം മനസ്സിലാക്കാതിരിക്കില്ല. ഞാനേ വീട്ടിൽ പോയി പനിയുടെ ടാബ്ലറ്റ് ഉണ്ടോ നോക്കട്ടെ. വീട്ടിലില്ലെങ്കിൽ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. എന്തിനാ മോളെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്റെ രാധമ്മയ്ക്ക് വേണ്ടിയല്ലേ. അപ്പൊ ശരി, പോട്ടെ. ശ്രീലക്ഷ്മി ഹരീഷും തമ്മിലുള്ള ബന്ധം രുക്മിണി അറിഞ്ഞ അതോടെ എല്ലാം തീരും. ഉറപ്പായും രുക്മിണി ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പാവം രമ്യയുടെ മനസ്സിലെ ആഗ്രഹത്തിനും പിന്നെ രുക്മിണി സമ്മതിച്ചെന്ന് വരില്ല. രാജു, ഫീസ് അടയ്ക്കാൻ കോളേജിൽ പോണം. ഞാൻ ഫ്രീ ആണ് മാഡം. മാഡം ഫ്രീ ആണെങ്കിൽ നമുക്ക് ഉടനെ ഇറങ്ങാം. കേട്ടില്ലേ അമ്മേ, അവള് വീണ്ടും എക്സാം എഴുതാനുള്ള പുറപ്പാടാ. അവൾ എഴുതട്ടടാ. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യട്ടെ. നമുക്ക് വേണ്ടതേ അവളുടെ ആസ്തികളുടെ ആധാരമാ. അത് കയ്യിലേക്ക് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നേ. അതിന് അവൾക്ക് വന്ന കല്യാണാലോചന മുടങ്ങണ്ടേ? മുടങ്ങണം. അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. നീ ആദ്യം അവളുമായി എങ്ങനെയെങ്കിലും ഒന്ന് സൗഹൃദം സ്ഥാപിക്ക്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയല്ലോ മാഡം. ഋതികെ, ഫീസ് അടയ്ക്കാൻ കോളേജിൽ ഋതികെ ഞാൻ കൊണ്ടുപോവാ. ഏയ്, അത് വേണ്ട. അതൊന്നും ശരിയാവില്ല. ജയിക്കുമെന്ന് യാതൊരു ഉറപ്പില്ലാഞ്ഞിട്ട് പോലും ഞാൻ തരുന്ന ഒരു അവസരമാണിത്. എക്സാം ഫീ അടയ്ക്കാനുള്ള പണവും വേസ്റ്റാക്കി എന്നെ നാണം കെടുത്തരുത് എന്ന ചിന്ത ഉണ്ടായാൽ നന്ന്. സർ, ഋതു മോളെ, വേഗം പോയി റെഡിയായിട്ട് വാ. കോളേജിൽ പോണ്ടേ? ദീപകിന്റെ കൂടെ ഞാൻ കോളേജിൽ പോവാനോ? റീ എക്സാം ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസമായി പോയി. അല്ലെങ്കിൽ ഇന്ന് പോണ്ടെന്ന് വെക്കായിരുന്നു. ദീപകിനെ ഒഴിവാക്കാൻ എന്തോ ഒരു വഴി. പാവ ഋതുമോള് ഏട്ടനെ കരുവാക്കി അമ്മയും മോനും എന്തോ പദ്ധതി ഒരുക്കുക. ദീപക് ഏട്ടനെ കാണുന്നത് പോലും ഋതു ചേച്ചിക്ക് വെറുപ്പാ. എന്നിട്ടും അയാൾ ചേച്ചിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുക. എത്രയും വേഗം കല്യാണം കഴിഞ്ഞ് ആ കുട്ടി ഇവിടുന്ന് പോയാ മതിയായിരുന്നു. പാവം, അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനത്തോടെ ജീവിക്കട്ടെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ദീപക്കാണെങ്കിൽ എന്റെ കൂടെ കോളേജിലേക്ക് വരികയാണെന്ന് പറയുന്നു. അവനെ ഒഴിവാക്കാൻ എന്താ ഒരു വഴി? ശ്രീലക്ഷ്മി വിളിക്കാം. ഹലോ ഋതു. ശ്രീ, നീ എവിടെയാ? ഞാൻ വീട്ടിലാണ്. നീ എന്തെങ്കിലും തിരക്കിലാണോ? അല്ലല്ലോ, നീ പറഞ്ഞോ. ഓക്കെ, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. വളരെ അത്യാവശ്യമാണ്. എത്രയും വേഗം നീ എന്റെ വീട്ടിലേക്ക് വരണം. എന്നിട്ട് നീ കോളേജിലേക്ക് പോവാണ്, എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാണെന്ന് പറയണം. ഞാൻ അങ്ങോട്ട് വരാനോ? അല്ല, ഞാനെന്തിനാ കോളേജിൽ പോകുന്നേ? ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യില്ലേ? ഞാൻ തന്നെ വരണോ? ശ്രീ, പ്ലീസ്, വളരെ അത്യാവശ്യം. നീ വന്നേ പറ്റൂ. എടി, എനിക്ക് ആകെപ്പാടെയുള്ള ഒരേ ഒരു കൂട്ടുകാരി നീ മാത്രമാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഒരു സഹായത്തിന് നിന്നെ അല്ലാതെ വേറെ ആരെ ഞാൻ വിളിക്കാനാ? നീ എക്സ്ക്യൂസ് ഒന്നും പറയരുത്.
എത്രയും വേഗം നീ ഇവിടെ എത്തിയിരിക്കണം. ഹലോ ഹലോ ശ്ശോ, ഇവളുടെ ഒരു കാര്യം പോകാതെ രക്ഷയില്ല. പോയില്ലെങ്കിൽ പിന്നെ അവൾക്ക് പിണങ്ങിയിരിക്കാൻ ഒരു കാരണമാവും. വേഗം റെഡി ആയേക്കാം. ഋതികയെ കാണുന്നില്ലല്ലോ. ഇനി എന്തെങ്കിലും അടവെടുത്ത് എന്റെ കൂടെ വരാതിരിക്കാനായിരിക്കും അവളുടെ പ്ലാൻ. അതാണോ അവൾ ഇതുവരെ ഇറങ്ങി വരാത്തത്? ശ്രീ, നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ? എക്സാമിന് ജയിച്ചതിന്റെ സ്വീറ്റ്സ് എല്ലാവർക്കും നൽകാൻ വന്നതേട്ടാ. ആണോ? ശരി, വാ നടക്ക്. സർ, എക്സാമിന് ജയിച്ചതിന്റെ സന്തോഷത്തില് ചെറിയൊരു മധുരം നൽകാൻ വന്നതാ ശ്രീ. ചെല്ല്. കൺഗ്രാറ്റ്സ് മോളെ. മോൾ എക്സാമിന് ജയിച്ചെന്നും കോളേജ് ടോപ്പർ ആണെന്ന് പറഞ്ഞു. മോൾ ഇനിയും തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഉണ്ട് സർ. ധൈര്യമായിട്ട് പഠിച്ചോളൂ. മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം, കേട്ടോ? തന്റെ ചേട്ടനോട് പറഞ്ഞാൽ ചില ആവശ്യങ്ങൾ ചിലപ്പോൾ എന്റെ ചെവിയിൽ എത്തിയില്ലാന്ന് വരും. ഇവൻ അഭിമാനിയാണല്ലോ. ശ്രീ, എല്ലാവർക്കും കൊടുക്ക്. ദാ എടുക്ക്. കൺഗ്രാറ്റ്സ്. ഋതിക, ദാ സ്വീറ്റ്സ്. വേണ്ട. അത് കഴിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഋതികയുടെ ഒപ്പം ഞാൻ കോളേജിൽ സീറ്റ് വാങ്ങിക്കൊടുത്ത കുട്ടിയാ ശ്രീ. പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നും ആ കുട്ടി പൊരുതി ജയിച്ചു. ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ച നീ എക്സാമിൽ തോറ്റു. എന്റെ വിശ്വസ്തനായ രാജുവിന്റെ അനിയത്തി ഉയർന്ന റാങ്കോടെ പരീക്ഷയിൽ ജയിച്ച് എന്റെ യശസ് ഉയർത്തി. പക്ഷേ നീ എന്റെ ശിരസ് താഴ്ത്തി. ആ കുട്ടിയുടെ വിജയത്തിന്റെ സന്തോഷം സ്വീകരിക്കാൻ നിനക്ക് അർഹതയില്ല. ഞാനും അമ്മയും ഇവിടെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോ ഇവളെന്തിനാ ഇവിടെ വന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.